എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് നടപടികൾ, അതായത് ഈ ഒരു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ മെയ് 14 തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ മെയ് 14 തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആണ് അപേക്ഷ സമർപ്പണം. അപ്പോൾ അപേക്ഷിക്കാനായിട്ട് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ അക്ഷയ വഴിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്വന്തമായിട്ട് അപേക്ഷിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അക്ഷയ വഴി അപേക്ഷിക്കുകയാണെങ്കിലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാസ്റ്റ്, അതായത് ജാതി, അതുപോലെ തന്നെ റിലീജിയൻ, അതുപോലെ നിങ്ങളുടെ റിസർവേഷൻസ്, ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തെറ്റിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം +1 അഡ്മിഷന് വിവിധ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ, അതായത് റിലീജിയൻ, കാസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള മറ്റ് റിസർവേഷനുകൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ റിസർവേഷനുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാസ്റ്റ് ഏതാണ്, റിലീജിയൻ ഏതാണ്, അതുപോലെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഈ ഒരു കാറ്റഗറി തെറ്റിപ്പോയത് കാരണം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും സ്കൂളിൽ നിന്നും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു രീതിയിലാണ് നിബന്ധന ഉണ്ടാവുക. അതായത് കാറ്റഗറിയോ മറ്റോ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ട് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ നൽകരുത് എന്നുള്ളത് ഓർഡർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ആ ഒരു പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അപേക്ഷയിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകരുത് എന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു വിവരങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നീട് വരുന്ന സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം 1, 2, 3 അലോട്ട്മെൻറ്റുകളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് നൽകുകയാണെങ്കിലും അക്ഷയ വഴി അപേക്ഷിക്കുകയാണെങ്കിലും ഇൻ്റർനെറ്റ് കഫേകൾ വഴി അപേക്ഷിക്കുകയാണെങ്കിലും നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ റിസർവേഷൻസ് ഇവ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം അത് തിരുത്തുന്നതിനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും നിങ്ങൾ അപേക്ഷ 2 അപേക്ഷകളാണ് സമർപ്പിക്കേണ്ടത്. ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു സാധാരണ +1 +2 പഠിപ്പിക്കുന്ന സ്കൂളുകളാണ് ഹയർ സെക്കൻഡറി. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ അത് ഈ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിനോടൊപ്പം ഒരു വൊക്കേഷണൽ കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു എല്ലാവിധ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളോടൊപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു കോഴ്സ് കൂടി ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടണമെങ്കിൽ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടണമെങ്കിൽ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രണ്ടിലും അഡ്മിഷൻ നേടണമെങ്കിൽ 2 വെബ്സൈറ്റുകൾ വഴിയും 2 സെപ്പറേറ്റ് അപേക്ഷകൾ സമർപ്പിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് അതായത് ഹയർ സെക്കൻഡറി ആയാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലായാലും ഒന്നിലധികം ജില്ലകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ ജില്ലയിലേക്കും കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞാൽ ലോഗിൻ ചാനലുള്ള ഒരു ഐ ഡിയാണ്. അത് നിങ്ങൾ ഓരോ ജില്ലയിലേക്കും നിങ്ങൾ ഒന്നിലധികം ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 2 ജില്ലകളിലേക്ക് വേണ്ട സെപ്പറേറ്റ് ലോഗിൻ ഐ ഡികൾ, അതായത് കാൻഡിഡേറ്റ് ലോഗിനുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ 2 വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് admission.dge.kerala.gov.in എന്നുള്ള, അതായത് മുകളിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം, ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ, ക്ലിക്ക് ഹിയർ ഫോർ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ആണെങ്കിൽ മുകളിലുള്ള ആ ഒരു ക്ലിക്ക് ഹിയർ ഫോർ ഹയർ സെക്കൻഡറി എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇതാണ് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷൻ നേടാനായിട്ട് ഈ ഒരു വെബ്സൈറ്റിലെ, അതായത് വൊക്കേഷണൽ അഡ്മിഷനായിട്ടുള്ള ക്ലിക്ക് ഹിയർ ഫോർ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ അഡ്മിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് vhscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒന്നിലധികം ഒരു അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ, അതായത് 2 ജില്ലകളിൽ അപേക്ഷ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ 2 കാൻഡിഡേറ്റ് ലോഗിനുകൾ ഒരേ വെബ്സൈറ്റിൽ തന്നെ 2 ജില്ലകൾ സെലക്ട് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ 2നും സെപ്പറേറ്റ് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഐ ഡികളായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കാനായിട്ട്, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ്റെ ഈ ഒരു രജിസ്ട്രേഷൻ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ആയിരുന്നാലും നിങ്ങൾക്ക് ഒന്നിലധികം ജില്ലകളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഓരോ ജില്ലയിലേക്കും സെപ്പറേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓപ്ഷനുകൾ നൽകുന്ന സമയത്ത്. നിങ്ങൾ +1 പ്രവേശനത്തിനായിട്ട് അഡ്മിഷനായിട്ട് നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നൽകുന്നത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യം, അതിനനുസരിച്ച് വേണം ഓപ്ഷൻസ് നൽകാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നൽകുന്നത് പ്രധാനമായിട്ടും ആദ്യം നൽകുന്നത് ബയോളജി സയൻസിലേക്കാണ്.
പിന്നീടാണ് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഓപ്ഷൻ കൊടുക്കുന്നത്, പിന്നീടാണ് കൊമേഴ്സിലേക്ക് കൊടുക്കുന്നത്, പിന്നീടാണ് ഹ്യൂമാനിറ്റീസിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 വിഭാഗങ്ങളിലേക്കും നിങ്ങൾ കോഴ്സിന് ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് വേണം ഓപ്ഷൻസ് നൽകാനായിട്ട്. അതായത് നിങ്ങൾക്ക് ബയോളജി സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് എല്ലാ സ്കൂളുകളിലേക്കും നൽകേണ്ടത്. അതായത് ബയോളജി സയൻസ് ഇപ്പോൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. കാരണം നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന അനുസരിച്ചാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നീട് അതിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസരം ലഭിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷനുകളൊക്കെ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടും. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്ന കോഴ്സാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓപ്ഷനുകൾ ഒന്നാമതായിട്ട് നൽകാവൂ. അതല്ലെങ്കിൽ നിങ്ങൾ അത് നൽകേണ്ടതില്ല. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ബയോളജി സയൻസാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ബയോളജി സയൻസ് എനിക്ക് താല്പര്യമുള്ള സ്കൂളുകളിൽ, അതായത് 1, 2, 3 ഓപ്ഷനുകളൊക്കെ ആയിട്ട് ആദ്യം പഠിക്കാൻ താല്പര്യമുള്ള ബയോളജി സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളുകളിൽ ബയോളജി സയൻസ് കൊടുക്കുക. പിന്നീട് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുക. അതിനുശേഷം കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ സ്കൂളുകളിലും പിന്നീട് ഓപ്ഷൻസ് കൊടുക്കുക. പിന്നീട് ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ പല വിദ്യാർത്ഥികളും അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വരുത്തുന്ന ഒരു പ്രത്യേക തെറ്റാണ്, ഹ്യൂമാനിറ്റീസ് കൊണ്ടുപോയിട്ട് ആദ്യം കൊടുക്കും, പിന്നീട് അതായത് ഒന്നാമത്തെ ഓപ്ഷനൊക്കെ ആയിട്ട് കൊടുക്കും, പിന്നീട് പറയും എനിക്ക് സയൻസ് വേണം, അല്ലെങ്കിൽ കൊമേഴ്സ് വേണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വേണം എന്നുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ ഓപ്ഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളും കോഴ്സും മാത്രമേ നൽകാനായിട്ട് പാടുള്ളൂ. അല്ലാതെ താല്പര്യമില്ലാത്ത സ്കൂളോ കോഴ്സോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടി വരും. അങ്ങനെ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മെയ് 14 തീയതി മുതൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ 2 വെബ്സൈറ്റുകൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ ഓപ്ഷൻ നൽകുന്ന സമയത്തും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.